നമ്മളന്ന് എറണാകുളത്ത് പോയ സമയത്തെ അന്ന് ഞാൻ ഗുരുവായൂർ പോയൊരു വീഡിയോ ഇട്ടിരുന്നില്ലേ. അപ്പോൾ അന്ന് അവിടുന്ന് പുന്നത്തൂർക്കോട്ട ആനത്താവളം കാണാൻ പോയിരുന്നു കേട്ടോ. ഇന്നാണ് ആ വീഡിയോ ഇടാൻ എനിക്ക് പറ്റിയത്. അതിലാദ്യം ഞാൻ സോറി പറയാണ്. എഡിറ്റ് ചെയ്യാനും ഇരിക്കാനും വീഡിയോസ് ഇടാനൊന്നും കഴിയുന്നില്ല കേട്ടോ, സോറി. അപ്പോൾ നമുക്ക് പോയി നോക്കാം. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ടോട്ടെ എന്ന് കരുതിയിട്ടാണ്. പിന്നെ വെക്കേഷൻ്റെ സമയത്ത് കുട്ടികളെ കൂട്ടിയിട്ട് കുട്ടികളെ കാണിക്കാൻ പറ്റിയ സ്ഥലം കേട്ടോ. അപ്പം ഈ ഒരു ആനേനെ ഞങ്ങൾ കണ്ടപ്പോൾ ആദ്യം ഞങ്ങൾ കരുതിയത് ആന ഡാൻസ് കളിക്കുക എന്നാണ് കേട്ടോ. അപ്പോൾ കുറേ കുട്ടികളൊക്കെ അതിൻ്റെ കൂടെ അങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു. കൂടെ മുന്നോട്ട് പോയതിന് ശേഷമാണ് കാര്യം എന്താണെന്ന് പിടികിട്ടിയത്. അപ്പോൾ അത് വഴിയേ ഞാൻ പറയാം, നിങ്ങളതൊന്ന് കണ്ടു നോക്കൂട്ടോ. നല്ല രസമുണ്ട് ഇതിങ്ങനെ കളിക്കണേ കാണാം കേട്ടോ. തല കെട്ടിയിട്ട് അപ്പോൾ എല്ലാവരും വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. ആർക്കും എന്താ സംഭവം എന്നല്ല, എല്ലാവരും കരുതിയത് ആന ഞങ്ങൾ തല ആട്ടുമ്പോൾ ആനയും തിരിച്ച് തല ആട്ടുക എന്നുള്ളതാണ് കേട്ടോ. കുറച്ച് അങ്ങോട്ട് നടന്നു പോയപ്പോഴാണ് അവിടെ ഉള്ള ഒരു സെക്യൂരിറ്റി ചേട്ടൻ കാര്യം ഞങ്ങൾക്ക് പറഞ്ഞു തന്നെ കേട്ടോ. ഒരു തല ഇങ്ങനെ ആട്ടിയാണില്ലേ, ആനക്ക് മതളകാൻ വേണ്ടി നിൽക്കുന്ന ആനയാട്ടോ, മതപ്പാടുള്ള ആനയാട്ടോ. അതേപോലത്തെ വേറൊരു ആനയും കൂടി കാണിച്ചു തരാം. കാണിച്ചതും മതപ്പാടുള്ള കുറേ മതപ്പാടുള്ള ആനകളുണ്ട് കേട്ടോ. കുറേ എണ്ണുണ്ട്. 3 കാലും അങ്ങനെ ചങ്ങല വെച്ച് കെട്ടിയിട്ടതാണ് മതപ്പാട് ഉള്ള ആനകളെ. അപ്പോൾ ഇവിടുത്തെ ഒരു സാറ് പറഞ്ഞതാണ്, ഞങ്ങൾ ഇത് ഡാൻസ് എന്താ ചെയ്യാന്ന് കരുതി കുറച്ച് നേരം നോക്കി നിന്നിട്ടോ. പിന്നെ വേറൊന്ന് ഏഷ്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ വെയിറ്റ് കൂടിയതാ 8 ടണ്ണോ പറഞ്ഞു, 7 ടണ്ണോ ഉണ്ട് വെയിറ്റ് ഉണ്ട്. പിന്നെ ഏഷ്യയിൽ തന്നെ ഫസ്റ്റ് നമ്പർ വന്നു വെയിറ്റ് ഉള്ള ആന. അപ്പോൾ ഒന്ന് മതപ്പാട് ഇളകാൻ നിൽക്കുന്ന ആനാന്ന് പറഞ്ഞപ്പോൾ ചെറുതായിട്ടൊരു പേടിയുണ്ട് കേട്ടോ എൻ്റെ ഉള്ളിൽ കൂടെ നടക്കാൻ. ആനേനെ മെരിക്കുന്ന കൂടാട്ടത്. ഇപ്പം ഞാൻ നേരത്തെ കാണിച്ചു തന്നെ. ആനേനക്ക് ഇഷ്ടമായോ ഗൗതം കൃഷ്ണ? നമ്മൾ കംപ്ലീറ്റ് ആനകളെയും കണ്ടു തിരിച്ചു പോവാണ്. അപ്പം ഗുരുവായൂരൊക്കെ വരുന്നവരുണ്ടെങ്കിൽ കുട്ടികളൊക്കെ ആയിട്ടൊന്ന് വന്ന് വിസിറ്റ് ചെയ്യാം കേട്ടോ, നല്ല രസമായിരിക്കും. നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണാം.